കേരളത്തിന്റെ സ്വന്തം വാദ്യ കലാരൂപമാണ് പഞ്ചവാദ്യം. കേരളത്തിന്റെ പഞ്ചവാദ്യ പാരമ്പര്യവും ആസ്വാദന ലഹരിയും ഇന്ന് കടൽ കടന്ന് വിദേശ രാജ്യങ്ങളിൽ പോലും എത്തി. ഒമാനിൽ ഇതിന് വേരുറപ്പിച്ചത് തൃശൂർ സ്വദേശി തിച്ചൂർ സുരേന്ദ്രൻ ആശാനാണ്. 2 പതിറ്റാണ്ടായി തുടരുന്ന മേളയാത്ര. കൊമ്പ്, ഇലത്താളം, തിമില, ഇടയ്ക്ക, മദ്ദളം. പഞ്ചവാദ്യം മലയാളിക്ക് അത്രമേൽ പരിചയമുള്ള, ആസ്വദിക്കാൻ ഏറെ താല്പര്യമുള്ള ഒന്നാണ്. കൈകൾ മുകളിലേക്കുയർത്തി അതിൻ്റെ താളത്തിൽ അലിഞ്ഞു ചേരുക എന്നത് മലയാളിയുടെ ഇഷ്ടങ്ങളിൽ മുൻപന്തിയിലുള്ളതുമാണ്. മസ്കത്തിൽ നാടിൻ്റെ ഈ ഓർമ്മകളെ മലയാളിക്ക് അടുത്ത് കാണിക്കാൻ തിമിലയുമായി ഇറങ്ങിയ ആളാണ് തിച്ചൂർ സുരേന്ദ്രൻ. രണ്ട് പതിറ്റാണ്ടായി തിച്ചൂർ സുരേന്ദ്രൻ ആശാൻ പഞ്ചവാദ്യത്തിൽ താൻ അഭ്യസിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നു. ഇതിനിടക്ക് 100 കണക്കിന് വേദികൾ, 300-ൽ കൂടുതൽ ശിഷ്യന്മാർ, ഒമാനിൽ പഞ്ചവാദ്യത്തിന് ഇടം കണ്ടെത്തിയ മനുഷ്യൻ. സുരേന്ദ്രൻ ആശാനും മസ്കത്ത് പഞ്ചവാദ്യ സംഘവുമില്ലാത്ത മലയാളികളുമായി ബന്ധപ്പെട്ട ഒരു സാംസ്കാരിക പരിപാടിയും മസ്കത്തിൽ നടക്കാറില്ല എന്നതാണ് സത്യം. മസ്കത്തിൽ ആദ്യമായി 2002-ലാണ് തിച്ചൂർ സുരേന്ദ്രൻ ആശാൻ മട്ടന്നൂർ ആശാനോടൊപ്പം കേരള വിങ്ങിന്റെ പരിപാടിയിൽ പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത്. ഈ 22 കൊല്ലത്തിന്റെ ഉള്ളിൽ ഏകദേശം ഒരു 300-ൽ പരം ശിഷ്യന്മാരെ ഞാൻ പഠിപ്പിച്ചു. ഇപ്പോഴും ഈ പുതിയ ബാച്ചാണ് ഇപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആദ്യമായിട്ട് കടൽ കടന്നിട്ട് നമ്മുടെ കേരളത്തിന്റെ തനതായ കല പഞ്ചവാദ്യം ഇതെല്ലാം ഇവിടെ തുടങ്ങാൻ പറ്റിയതില് നമ്മുടെ കൾച്ചറായിട്ടുള്ള പഞ്ചവാദ്യം കേരളത്തിന്റെ തനതായിട്ടുള്ള കലയാണ്. അതിനെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു, കുറെ ആൾക്കാരെ പഠിപ്പിക്കാൻ സാധിച്ചു. കടൽ കടന്നിട്ടുള്ള ഇത് ജനകീയമാക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. നന്നേ ചെറുപ്പത്തിൽ തന്നെ തിച്ചൂർ സുരേന്ദ്രൻ മേളത്തിന്റെ ലോകത്തേക്ക് എത്തിയിട്ടുണ്ട്. കടൽ കടന്ന് ജീവിതമാർഗം തേടി മസ്കത്തിലെത്തിയപ്പോഴും ഉള്ളിലെ കല കിടന്ന് തിളച്ചു മറിഞ്ഞു. സോഷ്യൽ ക്ലബ് വേദിയിൽ മട്ടന്നൂർ ആശാനോടൊപ്പം കൊട്ടി തുടക്കമിട്ടു. പിന്നെ അതൊരു കൂട്ടമായി. ബാച്ചിലെ ഏറ്റവും ചെറിയ ശിഷ്യനാണ് ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ ബാച്ചല്ല, ഇപ്പൊ മസ്കറ്റ് പഞ്ചവാദ്യ സംഘത്തിന്റെ ഞങ്ങളെ ഇനിയിപ്പോ ഇവര് മസ്കറ്റ് പഞ്ചവാദ്യ സംഘത്തിലേക്ക് വരാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഇനിയിപ്പോ വരുന്ന ഇവരുടെ അരങ്ങേറ്റം കഴിഞ്ഞാലും ഏറ്റവും ചെറിയ കുട്ടി പറഞ്ഞത് ഇതാണ്. 2005 മുതൽ 2025 എത്തി നിൽക്കുമ്പോൾ ഏകദേശം 350-ൽ പരം കലാകാരന്മാർ നമ്മുടെ ബഹുമാനപ്പെട്ട ആശാൻ ശ്രീ തിച്ചൂർ സുരേന്ദ്രന്റെ ശിക്ഷണത്തിൽ വിവിധ കല പഠിച്ചിറങ്ങി ഇവിടെ എല്ലാ വേദികളിലും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മലയാളി കൂട്ടായ്മകൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം മസ്കത്ത് പഞ്ചവാദ്യ സംഘത്തിന്റെ ഒരു പെർഫോമൻസ് അവിടെ ഉണ്ടാവാറുണ്ട്. എല്ലാ പിന്തുണയുമുള്ള കുടുംബം കൂടെയുള്ളത് തന്നെയാണ് സുരേന്ദ്രൻ ആശാന്റെ കരുത്ത്. മകൻ അച്ഛന്റെ പാത പിന്തുടർന്ന് പഞ്ചവാദ്യത്തിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു. മകൾ നൃത്തത്തിലും. അവിടെ പോയി കൊട്ടുന്നുള്ളതും ബാഗിലാക്കി കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞായിക്കൊണ്ടൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പൊ എല്ലാ തരത്തിലും നമ്മുടെ കുടുംബം മുഴുവൻ മൂപ്പരെ ഒപ്പമുണ്ട്. മൂപ്പര് കൊട്ടായിരിക്കുമ്പോൾ 7 മണിക്ക് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ രാത്രി 10 മണി, 10:30, 12 മണി അങ്ങനെയൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെയും ഇച്ചിരി നേരത്തെ കഴിയും. മറ്റേതൊക്കെ 12:30 മണിക്കൊക്കെ വീട്ടിൽ വന്നത്, മക്കളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ. പക്ഷെ നമുക്കും അതിനോട് ചേർന്ന് പോകാൻ പറ്റുന്നത് നമ്മളൊരു കലാകാരി ആയതുകൊണ്ടാണ്. പ്രവാസ ലോകത്തെത്തിയാൽ പിന്നെയെല്ലാം നാട്ടോർമ്മകളാണ്. നാട്ടിലെ ആനയും പൂരവും പഞ്ചവാദ്യവും തുടങ്ങി പ്രവാസിയെ നാടിനോട് ചേർത്ത് കിട്ടുന്നതിൽ മുൻപന്തിയിലുള്ള കാര്യങ്ങൾ. അവിടെയാണ് തിച്ചൂർ സുരേന്ദ്രൻ ആശാൻ ഈ മരുഭൂമിയിൽ മേളത്തിന്റെ ഒരു വഴിവെട്ടി തുറന്നത്. മീഡിയ 1, മസ്കത്ത്.